ഇത്തവണ തൃശൂർ എടുക്കാൻ പോകുന്നത് സുരേഷ് ഗോപിയല്ല, സാക്ഷാൽ നരേന്ദ്രമോദിയാണ്. മോദിയെ കേരളത്തിൽ വിളിച്ചു വരുത്തിയതും കല്യാണത്തിൽ പങ്കെടുപ്പിച്ചതുമൊക്കെ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് തന്നെ വിനയാകുമോ എന്ന ചർച്ചകളാണ് നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലെത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ പാർട്ടികളും ഒരേപോലെ തന്നെ മത്സരിച്ച് മുന്നേറാൻ ശ്രമിക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇടതുമുന്നണിയും UDF-ഉം തമ്മിലാണ് ശക്തമായ മത്സരം നടക്കുന്നത്. എന്നാൽ കേരളത്തിലെ തന്നെ തൃശ്ശൂരിലെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ത്രികോണ മത്സരത്തിനാണ് സാധ്യത. BJPക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് BJP ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂർ മണ്ഡലമാണ്. ഇത്തവണ തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കുമെന്ന ലക്ഷ്യത്തോടെ തന്നെ BJPയും സുരേഷ് ഗോപിയും ഒരേപോലെ തന്നെ പ്രവർത്തിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. വാർത്തകളിൽ ഇടം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയും അതുപോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടും തന്നെയാണ് നരേന്ദ്രമോദിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചതും തന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുപ്പിച്ചതും. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വോട്ടുകൾ ശേഖരിക്കാനാണ് ഏറെ ബുദ്ധിമുട്ടിയിരുന്നത്. എന്നാൽ BJP ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭവന സന്ദർശനം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തിയിരുന്നു. എന്നാൽ ആ ശ്രമവും പാളിയിരിക്കുകയാണ്. കേരളത്തിലെ ബിഷപ്പ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നും ദീപികയിലൂടെ വലിയ രീതിയിലുള്ള വിമർശനമാണ് നേരിടേണ്ടി വന്നത്. മണിപ്പൂർ സംഘർഷം വരെ മുൻനിർത്തിക്കൊണ്ട് BJPയുടെ എല്ലാ രാഷ്ട്രീയ അജണ്ടകളും പൊളിച്ചിരിക്കുകയാണ്. എന്നാൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നതിന് മുൻപ് തന്നെ സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് തന്റേതായ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുകയാണ് സുരേഷ് ഗോപി ചെയ്തത്. ഇതിന്റെ ഭാഗമായി തൃശൂരിലെ ലൂർദ് കത്തീഡ്രലിൽ പോയി മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കുക വരെ ചെയ്തു. ഇതെല്ലാം ക്രിസ്തീയ വോട്ടുകൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. നമുക്കറിയാം, തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാംസ്കാരിക നഗരയാണ് തൃശ്ശൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ളത് തൃശ്ശൂരിലാണ്. ഹിന്ദുത്വ എന്ന വികാരം ഏറ്റവും കൂടുതൽ അടിച്ചേൽപ്പിക്കാൻ പറ്റുന്നതും അതുപോലെ BJPക്ക് എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നതുമായ ഒരു മണ്ഡലമുണ്ടെങ്കിൽ അത് തൃശ്ശൂർ മണ്ഡലമാണ്. ഈ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയും BJPയും തൃശ്ശൂരിനെ മാത്രം ലക്ഷ്യം വെക്കുന്നത്. ക്ഷേത്രങ്ങളുടെയും പൂരങ്ങളുടെയും നാടായ തൃശ്ശൂരിനെ ലക്ഷ്യം വെക്കുന്നതിലൂടെ കൂടുതൽ ഹിന്ദുക്കളുടെ വോട്ടുകൾ ശേഖരിക്കാൻ BJPക്ക് സാധിക്കും. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ തൃശ്ശൂർ പോലെയുള്ളൊരു നഗരത്തിൽ നടത്തുന്നതോടുകൂടി കൂടുതൽ ജനശ്രദ്ധ നേടാനും ആളുകളെ കൂടുതലായി ആകർഷിക്കാനും സാധിക്കും. ആ ഒരു വിവാഹ ചടങ്ങിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തന്നെ നേരിട്ട് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നതിലൂടെ കൂടുതൽ മാധ്യമ ശ്രദ്ധയും അതിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സുരേഷ് ഗോപിക്ക് സാധിക്കും. രാഷ്ട്രീയത്തിലൂടെ മാത്രമല്ല, മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയും സുരേഷ് ഗോപി തന്റേതായ ഒരു ഇടം നേടിയെടുക്കാനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത്രയൊക്കെ സുരേഷ് ഗോപി അഹോരാത്രം പണിയെടുത്തിട്ടും ഒടുവിൽ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകളെയെല്ലാം വിഫലമാക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മനോരമ ഓൺലൈനിൽ വന്ന ഒരു വാർത്ത ഒന്ന് പരിശോധിക്കാം. BJP തനിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തിരുന്നതായി RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയംസ് കുമാർ. എന്നാൽ രാജ്യത്തെ മുഴുവൻ ആളുകളും പോയാലും താൻ BJPയിൽ പോകില്ലെന്നും ശ്രേയംസ് കുമാർ പറഞ്ഞു. രാഷ്ട്രീയ യുവജനതാദൾ സംസ്ഥാന ക്യാമ്പ് മുത്തങ്ങിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സരിക്കാൻ മോദി ദക്ഷിണേന്ത്യ തിരഞ്ഞെടുത്താൽ അത് തൃശ്ശൂരിലാകാൻ സാധ്യതയുണ്ടെന്ന് തന്നോട് TN പ്രതാപൻ പറഞ്ഞിട്ടുണ്ട്. BJPക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണമെന്നും ശ്രേയംസ് കുമാർ പറഞ്ഞു. മനോരമയുടെ ഈ വാർത്ത തീർച്ചയായും വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വഴിവെക്കുന്നതാണ്. കാരണം തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കും എന്ന ഉറച്ച നിലപാടോടുകൂടി എത്ര തവണ തോറ്റു പിന്മാറിയിട്ടും പിന്നെയും തൃശ്ശൂരിലേക്ക് തന്നെയാണ് സുരേഷ് ഗോപി വന്നത്. എന്നാൽ പോലും ഇത്തവണയും സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ നഷ്ടമാകുമോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഇത്തവണയെങ്കിലും തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കും എന്നതിൽ നിന്ന് മാറി ഇത്തവണ സുരേഷ് ഗോപിയും നരേന്ദ്രമോദിയും ഒരുമിച്ച് മത്സരിക്കും എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ മാറ്റി നിർത്തി പകരം നരേന്ദ്രമോദിയാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും തൃശ്ശൂരിന്റെ അവസ്ഥ? സുരേഷ് ഗോപി എത്ര ശ്രമിച്ചിട്ടും, അതായത് കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു നടനും രാഷ്ട്രീയ നേതാവുമായിട്ടുകൂടി സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ പിടിക്കാൻ സാധിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരികയാണെങ്കിൽ പോലും എന്തായിരിക്കും തൃശ്ശൂരിൽ നരേന്ദ്രമോദിക്ക് നേരിടേണ്ടി വരിക? എന്തു തന്നെയായാലും ഈ ഒരു വാർത്ത സത്യമാവുകയാണെങ്കിൽ
സുരേഷ് ഗോപി നടത്തിയ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും, ക്രിസ്തീയ വോട്ടുകൾ ശേഖരിക്കാൻ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും, ഹൈന്ദവരെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിച്ച എല്ലാ ശ്രമങ്ങളും വിഫലമാകുന്നതാണ്. അമിത്ഷായും നരേന്ദ്രമോദിയും അല്ലാതെ മറ്റൊരു നേതാക്കളെയും സുരേഷ് ഗോപി അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ താൻ ദൈവതുല്യനായി കണ്ട നരേന്ദ്രമോദി തന്നെ സുരേഷ് ഗോപിക്ക് വിനയാകുമോ എന്നത് കണ്ടു തന്നെ അറിയണം.